നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും. എന്താണത്? എന്തുകൊണ്ടാണ് ഇത്രയും പരിശ്രമിച്ചിട്ടും എല്ലാം നേടിയിട്ടും ഉള്ളിൽ പൂർണ്ണമായ സന്തോഷവും സമാധാനവും ലഭിക്കാത്തത്? സമ്പത്ത്, സൗകര്യങ്ങൾ, ബന്ധങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു അപൂർണത എന്തുകൊണ്ട് തുടരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവത്ഗീത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം 10-ാം ശ്ലോകത്തിലൂടെ മനുഷ്യൻ്റെ യഥാർത്ഥ സമൃദ്ധിയുടെ രഹസ്യമായ യജ്ഞതത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ്? ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മം മാത്രമാണ് നമ്മെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പ്രജാപതി മനുഷ്യർക്ക് നൽകിയ ദൈവീക മാർഗമായിട്ടുള്ള യജ്ഞം എന്താണെന്നും അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്ക് പഠിക്കാം. അതിന് നമുക്ക് ആദ്യമേ 10-ാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കാം. ഹരേ കൃഷ്ണ. 3-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേശാവോ അസ്തിഷ്ഠ കാമധൂക്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു. ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം എവിടെ നിന്ന് കിട്ടും? ഈ യജ്ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തിരിച്ചുപോക്കിനുള്ള അവസരമാണ്, അല്ലേ? രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഭഗവാനുമായിട്ടുള്ള ശാശ്വതമായ ബന്ധം മറന്നു പോയത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തില് ജനിക്കേണ്ടി വരുന്നത്, അല്ലേ? കൃഷ്ണ ബഹിർമുഖ ഭോഗവാഞ്ചകരെ മായ്യാച്ചപ്പടിയാത്തരെ. അതായത് കൃഷ്ണനെ മറന്നു, അല്ലേ? കൃഷ്ണ ബഹിർമുഖ, കൃഷ്ണനെ മറന്നു. അല്ലെങ്കിൽ കൃഷ്ണനെ പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? മായ ചപ്പടിയാത്തരെ, മായ നമ്മളെ കഴുത്തിന് പിടിച്ച് ഈ ഭൂമിയിലേക്ക് ഇട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഈ ലോകം ഒരു തടവറയല്ല, മറിച്ച് എന്താണ്? നമുക്ക് തെറ്റുകൾ തിരുത്തിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ നൽകിയിരിക്കുന്ന ഒരു വലിയ അവസരമാണ് ഈ ഭൂമിയിലെ മനുഷ്യജന്മം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞത്? ശ്രീയപതിർ യജ്ഞാപതി എന്ന് തുടങ്ങുന്ന ഒരു ഭാഗം എന്താണ് എന്നെ വ്യക്തമാക്കുന്നത്? ഭഗവാൻ വിഷ്ണുവാണ് എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ, ഐശ്വര്യത്തിൻ്റെയും യജ്ഞങ്ങളുടെയും പരമാധികാരി എന്നാണ് പറയുന്നത്, അല്ലേ? വേദങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? വേദങ്ങളിലാണ് യജ്ഞങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം വേദങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണ് പറയുന്നത്? ഭഗവാനെ മനസ്സിലാക്കുക, അല്ലേ? വേദൈശ്യ സർവേർ അഹമേവ വേദ്യോ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വേദേശ്യ സർവേർ അഹമേവ വേദ്യോ. വേദങ്ങളുടെ ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കുക. എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനായിട്ടുള്ള എന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യജ്ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴെന്ത് ആകുലതകളില്ലാതെ, അല്ലേ, ആങ്സൈറ്റി ഇല്ലാതെ സമാധാനമായി ജീവിക്കാനും മരിച്ചു കഴിയുമ്പോൾ ഭഗവത് ധാമത്തിൽ എത്താൻ വേണ്ടിയാണെന്ത് ഈ യജ്ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കലിയുഗത്തിലെ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? സങ്കീർത്തന യജ്ഞം. അപ്പം മുൻകാലങ്ങളില്
കഠിനമായിട്ടുള്ള യാഗങ്ങളും ധ്യാനങ്ങളും ഒക്കെ ആവശ്യമായിരുന്നു, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ തന്നെ. അപ്പം എന്നാൽ കലിയുഗത്തിൽ എന്താണ്, അത് ആ സംഗതികളൊക്കെ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവാണ് എന്ത് പറഞ്ഞത്, ഈ സങ്കീർത്തന യജ്ഞം, ഭഗവാന്റെ തിരുനാമങ്ങൾ ഒരുമിച്ച് പാടി സ്തുതിക്കുക. ഏതാണത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതാണെന്ത് ഏറ്റവും ഉദാത്തവും ലളിതവുമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത്. എവിടെ? ഈ കലിയുഗത്തില്. അപ്പം ബുദ്ധിയുള്ളവരെന്ത് ഈ മാർഗം സ്വീകരിക്കും. അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലെ ഭഗവാന്റെ കാരുണ്യവും പിന്നെയോ ഈ സങ്കീർത്തനത്തിന്റെ മഹിമയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ പറയുന്ന ഒരു കഥയുണ്ട്. വഴിതെറ്റിയ ഒരു രാജകുമാരൻ. പലയിടത്തും ഇത് എടുത്തു പറയാനുള്ള ഒരു കഥയാണ്. പണ്ടൊരു സാമ്രാജ്യത്തിലെ ഒരു കരുണാമയനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു മകനായിരുന്നു, അല്ലെ? ഒരേ ഒരു മകനായിരുന്നു, ഒരു രാജകുമാരനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൊട്ടാരത്തിലെ സകല സുഖസൗകര്യങ്ങളും സ്നേഹവും ഉണ്ടായിരുന്നിട്ടും രാജകുമാരൻ എന്ത് അവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് മടി തോന്നി. അപ്പൊ സ്വാതന്ത്ര്യം വേണമെന്ന ആഗ്രഹത്താല് അവൻ ഒരു ദിവസം എന്ത് ആ കൊട്ടാരം വിട്ട് ഒളിച്ചോടും. അവൻ ദൂരെയുള്ള ഒരു കാട്ടിലെത്തി. അവിടെയുള്ള വേടന്മാരുടെയും കള്ളന്മാരുടെയും കൂട്ടത്തില് പെട്ടുപോകും. കാലങ്ങൾ കഴിഞ്ഞപ്പോഴ് താൻ ഒരു രാജകുമാരനാണെന്ന കാര്യം അവൻ പൂർണ്ണമായും മറന്നു പോവും. അവൻ എന്തു പറ്റി? ആ കാട്ടില് അവനോടൊപ്പം സഹവസിക്കുന്നവരുടെ അവരെ പോലെ തന്നെ വസ്ത്രം ധരിക്കാനും പിന്നെയോ കഷ്ടപ്പെട്ട് വേട്ടയാടാനും അല്ലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടാനും ഒക്കെ തുടങ്ങും. അപ്പം വസൂരിയും പട്ടിണിയും നിറഞ്ഞ ആ കാട്ടു ജീവിതത്തിൽ അവൻ എന്ത് പറ്റി? വളരെ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് രാജാവിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഭഗവാനെ പോലെ ഇത് തൻ്റെ മകൻ കാട്ടിൽ കഷ്ടപ്പെടുന്നത് ചാരന്മാരോടുകൂടെ അറിഞ്ഞ രാജാവിനെന്ത് ആ മകനോട് ദേഷ്യം തോന്നിയില്ല, പകരം എന്ത് അങ്ങേയറ്റത്തെ കാരുണ്യമാണ് തോന്നിയത്. മകനെ പെട്ടെന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുവന്നാൽ അവൻ വീണ്ടും ഓടിപ്പോയേക്കാമെന്ന് രാജാവ് കരുതി. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജാവ് ആ കാട്ടില് ഒരു വലിയ വിദ്യാലയവും ആശ്രമവും സുഖമായി താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും ആൾക്കാരെ വിട്ടിട്ട്. എന്നിട്ട് തൻ്റെ വിശ്വസ്തരായ മന്ത്രിമാരെ അങ്ങോട്ട് അയച്ചു. എന്നിട്ടോ രാജകുമാരന് വിദ്യ പഠിക്കാനും നല്ല സ്വഭാവം വളർത്തിയെടുക്കാനും പതുക്കെ ഞാൻ ആരാണെന്ന് ഓർത്തെടുക്കാനുമുള്ള ഒരു അവസരം എന്ത് രാജാവ് അവിടെ ഒരുക്കി കൊടുക്കുകയുണ്ടായി. അപ്പം മന്ത്രിമാർ കാട്ടിലെത്തി രാജകുമാരനെ കണ്ടുപിടിക്കും. അവൻ അപ്പോൾ എന്ത് ഒരു ചെറിയ മൃഗത്തിന്റെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വഴക്കിടുകയായിരുന്നു. മന്ത്രിമാർ കഠിനമായ തത്വചിന്തകളൊന്നും അവനോട് പറഞ്ഞില്ല, പകരം എന്ത് രാജാവ് അവനായി കൊടുത്തുവിട്ട മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, രാജകീർത്തനം അവൻ എന്താണ് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ പാട്ടിൽ രാജകുമാരന്റെ യഥാർത്ഥ വീടിനെ കുറിച്ചും അവന്റെ അച്ഛന്റെ സ്നേഹത്തെക്കുറിച്ചും കൊട്ടാരത്തിലെ ആനന്ദത്തെക്കുറിച്ചും മനോഹരമായി വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആ നാമങ്ങളും പാട്ടും കേട്ടപ്പോൾ രാജകുമാരന്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റമുണ്ടായി. അവൻ ആ പാട്ട് മന്ത്രിമാർക്കൊപ്പം ആവർത്തിച്ച് പാടാൻ തുടങ്ങി. അതാണെന്ത് നമ്മൾ ചെയ്യുന്ന സങ്കീർത്തന യജ്ഞം, അല്ലേ? നമ്മളും അങ്ങനെ വന്നവരാണ്. നമ്മുടെ പിതാവ് നമുക്കായിട്ട് തന്നതാണെന്ത് ഈ സങ്കീർത്തനം ആചാര്യന്മാരിലൂടെ. അപ്പം ആചാര്യന്മാര് പറയുന്നത് നമ്മളും എന്ത് ആ സങ്കീർത്തനം ഏറ്റുപാടണം. ഇപ്പോൾ രാജകുമാരനും എന്ത് പറ്റി? രാജകുമാരനും ഏറ്റുപാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാടും തോറും അവന്റെ ഉള്ളിലെ അഴുക്കുകളും പിന്നെയോ ആ കാട്ടുവാസിയുടെ ഭാവങ്ങളും മാറി വരും. പിന്നെ അവന് തൻ്റെ അച്ഛനായ രാജാവിനെ ഓർമ്മ വന്ന് ഒടുവിൽ അവൻ സന്തോഷത്തോടുകൂടി മന്ത്രിമാർക്കൊപ്പം സ്വന്തം നാട്ടിലേക്ക്, എവിടേക്ക്? രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. നമ്മൾ എങ്ങോട്ട് പോകും? ഭഗവാന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഈ കഥ എന്താണ്? ഈ കഥയിലെ കാടാണെന്ത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം. നമ്മളോ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മക്കളാണ്. പക്ഷെ ആ ബന്ധം എന്ത് നമ്മൾ മറന്നുപോയി. ഭഗവാനെ ഈ ലോകം സൃഷ്ടിച്ചത് നമ്മളെ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാലയമായിട്ടാണ് ഭഗവാൻ ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കലിയുഗത്തിലെ കഠിനമായ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കി ഭഗവാൻ നൽകിയ ഏറ്റവും ലളിതമായിട്ടുള്ള പാട്ടാണെന്ത് ഈ
ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ സങ്കീർത്തന യജ്ഞത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലെ എന്ത് അജ്ഞാനമാകുന്ന ആ അന്ധകാരം നീങ്ങുകയും നമ്മൾ എന്താവും ഭഗവത് ബോധമുള്ളവരായിട്ട് മാറി ഒടുവിൽ നമ്മുടെ യഥാർത്ഥ വീടായിട്ടുള്ള എവിടേക്ക് ഭഗവത് ധാമത്തിൽ, ഗോലോകത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പം ഈ രാജാവിൻ്റെ ആ കഥ പറഞ്ഞ സെറ്റപ്പാണെന്ത് ഈ വേദങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. വേദം തുടക്കം മുതൽ പഠിച്ചെങ്ങനെ അവസാനം വരെ വരണം. എന്തിന്? ഈ ഒരു ഭഗവത് ധാമത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കലിയുഗത്തിൽ അത്രയും കാര്യങ്ങൾ ഒരൊറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ സാധിച്ചു കിട്ടും. കാരണം കലിയുഗത്തിലെ ആൾക്കാരുടെ ആയുസ് കുറവാണ്, പിന്നെയോ മന്ദബുദ്ധികളാണ്. കാരണം മുൻ യുഗങ്ങളെ പോലെ നമുക്ക് യാഗങ്ങളോ അല്ലേ, ക്ഷേത്ര ആരാധനകളോ അല്ലെങ്കിൽ മറ്റു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും, തപസ്സോ ഒന്നും ഈ യുഗത്തിൽ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്തകൃത് വേദവിദേഹചാഹം. വേദങ്ങളിലൂടെ അറിയേണ്ടത് തന്നെയാണ്, വേദം എഴുതിയതും ഞാനാണ്, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത്. നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവാ പരസ്പരം ഭാവയന്ത ശ്രേയാ പരം അവാപ്സ്യത. ദേവാൻ ഭാവയതാനേന, ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ തേ ദേവാ ഭാവയന്തുവ, നിങ്ങളെ അവര് സന്തുഷ്ടരാക്കും. പരസ്പരം ഭാവയന്ത, ഇങ്ങനെ പരസ്പരം പ്രീണനം കൊണ്ട് ശ്രേയ പരം അവാപ്സ്യത. അങ്ങനെ പരസ്പരം പ്രീണനം കൊണ്ട് രണ്ട് കൂട്ടർക്കും എന്ത് പറ്റും? പരമശ്രേയസ് അനുഭവിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ ദേവീ ദേവത ആരാധനകളും എന്നെക്കാട്ടിലുപരി നമ്മൾ ഈ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യവും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ദേവന്മാരും പ്രപഞ്ചത്തിൻ്റെ ഭരണവും, ഭഗവാൻ പ്രപഞ്ചഭരണത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്ത് ഈ ദേവന്മാരെന്ന് പറയുന്നത് അല്ലേ. ഭഗവാന്റെ ഭരണത്തിലെ ഭഗവാൻ പ്രപഞ്ചഭരണത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ആര്? ഈ ദേവന്മാർ. സൂര്യൻ എന്താണ്? വെളിച്ചം നൽകുന്നു. വായുദേവൻ വായുവും, പിന്നെ വരുണൻ എന്താണ്? ജലവും നൽകുന്നു. ഇവരെല്ലാം ആ ഭഗവാന്റെ വിശ്വരൂപത്തിന്റെ വിവിധ അവയവങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതായത് നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടല്ലേ, പ്രധാനമന്ത്രി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ല, ഓരോ വകുപ്പുകൾ കൊടുത്തിട്ട് പോകേണ്ട ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം മനുഷ്യരജ്ഞങ്ങൾ ചെയ്യുമ്പോഴെന്ത്? ദേവന്മാർ സംതൃപ്തരാകുന്നു. നമ്മളതുപോലെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തുഷ്ടരാകും. അപ്പൊ തൽഫലമായിട്ട് പ്രകൃതിയിൽ മഴയും വെളിച്ചവും ധാന്യങ്ങളും യഥാസമയം ലഭിക്കുന്നു. ഭക്ഷ്യക്ഷാമോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളോ ഉണ്ടാകില്ല. അപ്പം ഏത് ദേവനെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്താലും അതിൻ്റെ യഥാർത്ഥ ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. അതാണ് ഇനി വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വര. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. ഗുണഭോക്താവ് ഭഗവാനാണ്. അപ്പം ഏത് ദേവനെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്താലും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ഭഗവാനാണ്. കാരണം എല്ലാ ദേവന്മാർക്കും ശക്തി നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പം യജ്ഞത്തിലൂടെ ആഹാരം ശുദ്ധീകരിക്കപ്പെടുന്നു അല്ലേ. ഈ ശുദ്ധമായ ആഹാരം കഴിക്കുമ്പോഴെന്ത്? നമ്മുടെ അന്ധകരണം ശുദ്ധമാകുന്നു. മനസ്സ് ശുദ്ധമാകുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ നിലനിൽക്കുന്നു. ഇത് മനുഷ്യനെ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാക്കി എവിടേക്ക്? കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന് നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കണമെന്ന് പറയുന്നത്. അപ്പം ഈ ശ്ലോകം എന്താണ് പറയുന്നത്? യജ്ഞത്തിലൂടെ ദേവന്മാരും മനുഷ്യരും പരസ്പരം സഹായിക്കുന്നു. എന്തുകൊണ്ടാണ്? ദേവന്മാരെന്ന് പറയുന്നത് സ്വതന്ത്രരല്ല, അവർ
ഭഗവാന്റെ ഭരണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം യജ്ഞത്തിന്റെ യഥാർത്ഥ ഭോക്താവ് ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ, അവരാണ്. അപ്പം ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? കലിയുഗത്തിൽ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന യജ്ഞം എന്ന് പറയുന്നത് സങ്കീർത്തന യജ്ഞമാണ്. അപ്പം ഭഗവത് നാമ സങ്കീർത്തനത്തിലൂടെ ഭഗവാൻ പ്രസാദിക്കുന്നു. അതിലൂടെ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ജീവിതം ശുദ്ധമാകുന്നു. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇന്ദ്രന്റെ അഹങ്കാരവും ഗോവർദ്ധന പൂജയും. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാവും ദേവന്മാർ ഭഗവാന്റെ വെറും പ്രതിനിധികൾ മാത്രമാണെന്നും, പിന്നെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാം തനി സംതൃപ്തരാകുമെന്നും വ്യക്തമാക്കുന്ന ഒരു ലീലയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോവർദ്ധന ലീല എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഒരിക്കൽ വൃന്ദാവനത്തിൽ വലിയൊരു യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഗോപന്മാരെല്ലാവരും ചേർന്ന് വലിയ തോതിൽ നെയ്യും മധുരപലഹാരങ്ങളും ധാന്യങ്ങളും ശേഖരിക്കുന്നത് ബാലനായിട്ടുള്ള കൃഷ്ണൻ കാണുകയുണ്ടായി. കൃഷ്ണൻ തൻ്റെ പിതാവായ നന്ദഗോപരോട് ചോദിക്കും, അച്ഛാ, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ പൂജ നടത്തുന്നത്? നന്ദഗോപർ പറയും, മകനെ, ഇത് ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള യജ്ഞമാണ്. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. മഴ പെയ്താലേ പുല്ലുണ്ടാകൂ, പശുക്കൾക്ക് പാലുണ്ടാകൂ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയും. ഭഗവാൻ ഉപദേശിക്കും, അച്ഛാ, ഇന്ദ്രൻ ഭഗവാന്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അദ്ദേഹം തൻ്റെ ഡ്യൂട്ടി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഈ ഗോവർദ്ധ പർവ്വതത്തിൻ്റെയും പിന്നെയോ പശുക്കളുടെയും കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ദ്രയാഗം നിർത്തിവെച്ച് നമുക്ക് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാം. അതാണ് യഥാർത്ഥ യജ്ഞം. കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് ഗോപന്മാർ ഇന്ദ്രപൂജ മാറ്റിവെച്ച് തയ്യാറാക്കിയ ആഹാര സാധനങ്ങളെല്ലാം ഗോവർദ്ധ പർവ്വതത്തിന് അന്നക്കൂടമായിട്ട് സമർപ്പിക്കും. യഥാർത്ഥത്തിൽ ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗോവർദ്ധന രൂപത്തിൽ വന്ന് ആ ആഹാരമെല്ലാം സ്വീകരിച്ചത് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു. ഇത് കാണുന്ന സമയത്ത് ഇന്ദ്രന് കോപവും പ്രകൃതിക്ഷോഭവും ഒക്കെ ഉണ്ടാകും. ഇതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേർക്ക് ആയതുകൊണ്ട് മാത്രം, ഇതുകൊണ്ടാണ് നമ്മൾ ഈ ദേവീ ദേവത ആരാധനകളൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഈ പൂജ നടത്തിക്കൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള സംഗതികൾ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമുക്കൊക്കെ കുടുംബക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ, ആരെങ്കിലും എവിടെയെങ്കിലും പോയി തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു ഉപദേവത ദേവി ആരെയെങ്കിലും കൊണ്ടുവരും, നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിക്കും, അല്ലേ? അത് കുടുംബ ഇതായിട്ട് നമ്മൾ മാറ്റും, യാതൊരുവിധ കൺസൾട്ടൻറ്റും ഇല്ലാതെ ആരോടും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൂജ ചെയ്യും, പക്ഷേ ഇതെന്ത് പറ്റും? ഇടയ്ക്ക് മുടങ്ങിപ്പോകും. ആ സമയത്താണ് കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് പറ്റും? എല്ലാം കൂടി ദൈവത്തിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കും ആൾക്കാർ, അല്ലേ? പിന്നെ അമ്പലത്തിലും പോവില്ല, ഒന്നും പോവില്ല, എല്ലാം നിർത്തി വെക്കും. അപ്പം അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു ശ്ലോകവും ഈ ഒരു കഥയും എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഭഗവാനോട് നേരിട്ട് പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് നമ്മൾ പൂജിക്കുന്നുണ്ട്, ഭഗവാനെ നേരിട്ട് നമ്മൾ ശരണാഗതിയായെങ്കിൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമാണ്. നേരത്തെ പറയാറില്ലേ, നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അയാൾ ഗിഫ്റ്റ് തിരിച്ചു തരും, അല്ലേ? നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് തിരിച്ചു കിട്ടിയില്ലാലും നമുക്ക് ദേഷ്യം ഉണ്ടാകും, പിന്നെ നമ്മൾ അവിടെ വെച്ച് നിർത്തും. സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇതുണ്ടാവും, അവൻ ഇത്രയും നാൾ തന്ന് ഇപ്പോൾ അവൻ ആ തരിയിൽ നിർത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഇതിനകത്ത്. ഇനിവേ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. അപ്പം ഇന്ദ്രൻ എന്ത് പറ്റും? ഇന്ദ്രന് അഹങ്കാരമാകും, കോപം ഉണ്ടാവും, പ്രകൃതിക്ഷോഭം ചെയ്യും, അല്ലേ? വലിയ മഴ പെയ്യിപ്പിക്കും. തനിക്ക് ലഭിക്കേണ്ട യജ്ഞഭാഗം മുടങ്ങിയപ്പോഴ് ഭരണാധികാരിയായിട്ടുള്ള ഇന്ദ്രൻ അഹങ്കാരവും ദേഷ്യവും വരും. ഇന്ദ്രൻ വൃന്ദാവനത്തെ നശിപ്പിക്കാനായി സംവർത്തക പ്രളയമേഘങ്ങളെ അയക്കും. വൃന്ദാവനത്തിൽ
ഭയങ്കരമായിട്ടുള്ള ഇടിയും മിന്നലും കൊടുങ്കാറ്റും ഒക്കെ ഇതിലെ മഴയും എല്ലാം പെയ്യും. ജനങ്ങളും പശുക്കളും ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? തൻ്റെ ഇടത് കൈയിലെ ചെറിയ വിരൽ കൊണ്ട് ഭീമാകാരമായിട്ടുള്ള ഗോവർദ്ധന പർവ്വതം ഒരു കുട പോലെ ഉയർത്തിപ്പിടിക്കും. 7 ദിവസം മുഴുവൻ വൃന്ദാവനത്തിലെ സകല ജീവജാലങ്ങളും ആ പർവ്വതത്തിനടിയിൽ സുരക്ഷിതമായിട്ട് കഴിയും. ഇന്ദ്രന്റെ സർവശക്തിയും പരാജയപ്പെടും. അപ്പോഴാണ് ഇന്ദ്രൻ ജ്ഞാനം ഉദിക്കുന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാൻ തന്നെയെന്ന് ഇന്ദ്രൻ തിരിച്ചറിയും. ഇന്ദ്രൻ കൃഷ്ണന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നത്, പ്രഭു, അഹങ്കാരം കൊണ്ട് ഞാൻ ഇതെല്ലാം മറന്നുപോയി. ഞാൻ അങ്ങയുടെ ഒരു ദാസൻ മാത്രമാണെന്ന് അഹങ്കാരം കൊണ്ട് ഞാൻ മറന്നുപോയി. അങ്ങയെ ആരാധിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാം തനിയെ സംതൃപ്തമാകുമെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയും. നമ്മുടെയും ഭാവം എന്തായിരിക്കണം? അങ്ങനെ ആയിരിക്കണം. നമ്മളെല്ലാം ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരുടെ ദാസൻ മാത്രമാണ്. അപ്പം ഒരു വൃക്ഷത്തിന്റെ വേരുകളിൽ വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ഇലകളിലും ചില്ലകളിലും തനിയെ വെള്ളമെത്തും. അതുപോലെ എല്ലാ യജ്ഞങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാനെ കൃഷ്ണാവബോധത്തോടെ ആരാധിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ ദേവന്മാരും പ്രകൃതി ശക്തികളും തനിയെ സംതൃപ്തരാകും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ഭഗവാന് സമർപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയും അത് നമ്മെ പരമമായിട്ടുള്ള മോക്ഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ ശരിക്കുമുള്ള സംഗതികൾ മനസ്സിലാവുകയുള്ളൂ. ഇല്ല എങ്കിലും പറയും, അദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നു വേറെ ആരെ ആരാധിക്കരുത്, ഉടനെ കൃഷ്ണനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മളത് ആ കാര്യങ്ങൾ ശരിയായിട്ട് രീതിയിൽ പഠിച്ചു വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. കുടുംബക്ഷേത്രങ്ങളുണ്ട് എങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മളെല്ലാ പൂജകളും ചെയ്യണം, വർഷം തോറും ചെയ്തിരിക്കുന്നതാണ് എങ്കിൽ. ആവും പിന്നീട് ഒരു അവസരത്തിൽ അതൊന്നും ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്. നമ്മളിപ്പം ഭഗവാനിൽ സറണ്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ നേരിട്ട് നമ്മൾ സറണ്ടർ ആയാൽ, ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെയും ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എല്ലാം ചെയ്യും? ഭഗവാൻ നടത്തി തരും. എല്ലാത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. മറ്റെല്ലാം കർമ്മകാണ്ഡം അല്ലേ? വേദങ്ങളിൽ പുറത്ത് നിൽക്കുന്നവർ, അതായത് ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലായിരിക്കാൻ ജനിച്ചിരിക്കുന്നത്, മീൻസ് ഹിന്ദു ആയിട്ടായിരിക്കാൻ ജനിച്ചിരിക്കുന്നത്, പക്ഷെ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല, ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെ പതിയെ 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 കൊണ്ടുവന്ന് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് വേദം എന്ന് പറയുന്നത്. വേദം എന്നാൽ അറിവ്. അത് പതിയെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അത് പൂർണ്ണതയിൽ എത്തണമെന്നില്ല, ഇടയ്ക്ക് വെച്ച് വീണ് പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് ഈ നാമവും ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ദേവീദേവത ആരാധന മെയിൻലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് കർമ്മബന്ധനമാണ്. വീണ്ടും നമ്മളെ ഈ ഭൂമിയിൽ തളച്ചിടുകയാണ് അത് ചെയ്യുന്നത്. ആത്മീയമായിട്ട് പിന്നെ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തില്ല. ചിലപ്പോൾ സ്വർഗലോകം വരെ കിട്ടും. അപ്പം ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മോക്ഷം കിട്ടണം. ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പുരുഷാർത്ഥം എന്ന് പറയും വേദങ്ങളിൽ പറഞ്ഞാൽ, ധർമാർത്ഥ കാമമോക്ഷ. അപ്പോൾ ആ മോക്ഷത്തിലേക്ക് വേദങ്ങൾ എത്തില്ല. വേദം എത്തും, പക്ഷേങ്കിൽ അത് ഫോളോ ചെയ്യുന്നവർ പഠിക്കുന്നവർ അവിടെ വരെ എത്തില്ല. അതിന് മുമ്പായിട്ട് വീണു പോകും, അല്ലെങ്കിൽ വഴി മാറിയിട്ട് പോകും. അത് പൂർണ്ണമായും പഠിച്ചാലും ചിലപ്പം ഭഗവാനെ മനസ്സിലാവണമെന്നില്ല. കാരണം ഭഗവാനെ അതിന് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വ്യാസദേവൻ എന്ത് ചെയ്തത്? അതിലും തൃപ്തനാവാതെ എന്താക്കി? വേദാന്ത സൂത്രം രചിക്കും. അതിലും തൃപ്തരാവാതെ പിന്നെ ഭാഗവതം രചിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് തന്നെ പറയുന്നത്, വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ. വേദങ്ങളിൽ ദുർലഭമാണ് ഭഗവാൻ, പിന്നെയോ ഭക്തന്മാരുടെ ഇടയിലാണ് ഭഗവാനെ ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പം ബാക്കി ആരാധനകൾ വേണ്ടെന്നല്ല പറയുന്നത്, അതിനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ഭഗവാനാണ് എല്ലാം കൊടുക്കുന്നത്. നമ്മളിവിടെ പോയി ഒരു ദേവിയെ ദേവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, എനിക്കിത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെ ചെല്ലും?
അവർ മുകളിൽ ചോദിക്കും, ഞങ്ങൾക്ക് ഇന്ന ഗുണം കൊണ്ട് വേണമെന്ന് പറയും. അപ്പോൾ അവിടുന്നാണ് വരുന്നത്. ഇനി 12ാമത്തെ ശ്ലോകം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താന പ്രദായഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായിട്ട് ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവൻ ആസ്വദിക്കുന്നവൻ ആരാണ്? ചോരൻ തന്നെയാണ്. അതായത് കള്ളൻ. ലഭിക്കുന്നതിന് തിരിച്ചു സമർപ്പിക്കാത്തവന് എന്താണ് പറയുന്നത്? കള്ളൻ. അപ്പൊ എന്താണ് പറഞ്ഞത്? തൈർദത്താന പ്രദായഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവസ. ദേവന്മാർ നൽകിയ പ്രകൃതി വിഭവങ്ങൾ അവർക്ക് യജ്ഞത്തിലൂടെ തിരിച്ചു നൽകാതെ സ്വന്തം സുഖത്തിനായി മാത്രം അനുഭവിക്കുന്നവൻ ആരാണ്? കള്ളനാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊന്നും നിർമ്മിക്കാൻ കഴിയില്ലല്ലേ? നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങള്, പഴങ്ങള്, പാല്, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം എന്നിവയെല്ലാം മനുഷ്യർക്ക് ഫാക്ടറിയിൽ നിർമ്മിക്കാൻ കഴിയില്ല. വൻകിട വ്യവസായങ്ങൾക്ക് വേണ്ട ഇരുമ്പ്, കൽക്കരി, സൾഫർ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളും ആര് നൽകുന്നതാണ്? പ്രകൃതി നൽകുന്നതാണ്. ഇവയെല്ലാം എവിടുന്നാണ്? ഭഗവാന്റെ പ്രതിനിധികളായിട്ടുള്ള ദേവന്മാര് നമുക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ നമുക്കൊരു സാധനം തരുമ്പോഴെന്ത് അതിന് തിരിച്ച് നന്ദി പറയുകയോ പകരം എന്തെങ്കിലും നൽകുകയോ ചെയ്യേണ്ടതെന്ത് നമ്മുടെ കടമയാണ്. അപ്പോൾ പ്രകൃതി തരുന്ന വിഭവങ്ങൾ സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അത് തരുന്ന ഈശ്വരനെ മറക്കുകയും ചെയ്യുന്ന സമൂഹത്തെ ഭഗവാൻ എന്താണ് പറഞ്ഞത് ഈ ശ്ലോകത്തില്? കള്ളന്മാരുടെ സമൂഹം എന്നാണ് വിളിക്കുന്നത്. കള്ളന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. അവര് പ്രകൃതി നിയമങ്ങളാല് ശിക്ഷിക്കപ്പെടും. ഇപ്പം എല്ലാവരുടെയും ചിന്താഗതി ഒന്നാവണമെന്നില്ല. അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവർക്കായി വേദങ്ങൾ വ്യത്യസ്ത പൂജകൾ പറയുന്നു. ഉദാഹരണത്തിന് തമോ ഗുണമുള്ള മാംസാഹാരികൾക്ക് കാളി പൂജയും മൃഗബലിയും നിർദ്ദേശിക്കുമ്പോൾ സത്വഗുണമുള്ളവർക്ക് എന്താണ്? വിഷ്ണു പൂജയാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ പതുക്കെ ആത്മീയതയിലേക്ക് ഉയർത്തുക എന്നതാണ്. അപ്പോൾ സാധാരണക്കാർ ദിവസവും പൂജ ചെയ്യേണ്ട 5 യജ്ഞങ്ങളെ കുറിച്ചാണ് ഇവിടെ വേദങ്ങളിൽ പറയുന്നത് അല്ലേ? പഞ്ചമഹായജ്ഞം. അപ്പം കലിയുഗത്തില് അതിന്റെ പരിഹാരം നമ്മൾ ഓൾറെഡി പറയുന്നത് കലിയുഗത്തിലെ സങ്കീർത്തന യജ്ഞമാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിച്ചത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രകൃതിയോടുള്ള കടപ്പാട് തീർക്കുകയും കള്ളന്മാർ എന്ന ശാപത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, പണ്ടൊരു രാജ്യത്ത് ദയാലുവായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂമി സൗജന്യമായിട്ട് വിട്ടുകൊടുക്കും. അതോടൊപ്പം കൃഷിക്ക് ആവശ്യമായ വിത്തുകളും ജലസേചനത്തിനായിട്ട് കനാലുകളും കൃഷിസ്ഥലം കാത്തു സൂക്ഷിക്കാൻ കാവൽക്കാരെയും രാജാവ് തന്നെ ഏർപ്പാടാക്കി നൽകി. രാജാവ് കൃഷിക്കാരുടെ ഒരേ ഒരു നിബന്ധനയെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വിളവെടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഭാഗം രാജകൊട്ടാരത്തില് നികുതിയായിട്ട് സമർപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കൃതജ്ഞതയായിട്ട് സമർപ്പിക്കണം. ബാക്കി മുഴുവൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എടുക്കാം. കൃഷിക്കാരിലെ ഭൂരിഭാഗം പേരും കൃത്യമായിട്ട് നികുതി നൽകി സമാധാനത്തോടെ ജീവിച്ചു. എന്നാൽ അക്കൂട്ടത്തില് വലിയ ബുദ്ധിമാനെന്ന് സ്വയം അഹങ്കരിച്ച ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അവനെന്ത് വിചാരിക്കും? ഞാൻ രാപ്പകൽ കഠിനാധ്വാനം ചെയ്താണ് ഈ നെല്ലും പച്ചക്കറികളും ഉണ്ടാക്കുന്നത്, വിത്ത് വിതച്ചതും കൊയ്തതും ഞാനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്തിനാണ് കൊട്ടാരത്തിലെ രാജാവിന് ഇതിൻ്റെ ഒരു പങ്ക് വെറുതെ കൊടുക്കുന്നത്? ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്. അവൻ കൊട്ടാരത്തിലേക്ക് ഒരു ധാന്യം പോലും കൊടുത്തില്ല. രാജാവിൻ്റെ കാവൽക്കാരെ അവൻ പരിഹസിച്ചു. കിട്ടിയ വിളവെല്ലാം വിറ്റ് അവൻ സ്വന്തം
സുഖഭോഗങ്ങൾക്കായി ദൂർത്തടിച്ചു. അയൽക്കാരോടും അവൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് രാജാവിന് കൊടുക്കുന്നത്? നിങ്ങളും എന്നെ പോലെ എല്ലാം സ്വന്തമായി അനുഭവിച്ചിട്ട് സുഖിക്കൂ. അങ്ങനെ അവൻ മറ്റുള്ളവരെയും വഴിതെറ്റിച്ചു. കുറച്ചു കാലം രാജാവ് അവന് സ്വയം തിരുത്താൻ വേണ്ടിയിട്ടൊക്കെ അവസരം കൊടുത്തു, ഒന്നും മിണ്ടാതിരുന്നു. എന്നാൽ അവൻ കൂടുതൽ കൂടുതൽ അഹങ്കാരിയായിട്ട് മാറി. ഒടുവിൽ രാജാവ് ആ കനാലിലൂടെ അവൻ്റെ പാടത്തേക്ക് വരുന്ന വെള്ളം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. കാവൽക്കാർ അവൻ്റെ പാടത്തിന് ചുറ്റുമുള്ള വേലികൾ മാറ്റി. വെള്ളമില്ലാതെ അവൻ്റെ വിളകൾ ഉണങ്ങി, അല്ലേ? വിളകളെല്ലാം ഉണങ്ങി നശിച്ചു. വേലിയില്ലാത്തതിനാൽ കാട്ടുപന്നികൾ വന്ന് ബാക്കിയെല്ലാം നശിപ്പിച്ചു. ഒടുവിൽ വൻ കടക്കാരനായി അവനെ രാജാവിൻ്റെ ഭടന്മാർ വന്നിട്ട് കള്ളനെന്ന് വിളിച്ചു തടവറയിലാക്കി. അപ്പോഴാണ് അവന് ജ്ഞാനോദയം ഉണ്ടായത്. ഞാൻ കഠിനാധ്വാനം ചെയ്തു എന്നത് ശരിയാണ്, പക്ഷേ എനിക്ക് വിളവ് തന്ന മണ്ണും വെള്ളവും വിത്തും രാജാവിൻ്റെതായിരുന്നു. അത് മറന്ന് എല്ലാം എൻ്റേതാണെന്ന് അഹങ്കരിച്ചപ്പോഴെന്ത് ഞാൻ ഒരു കള്ളനായിട്ട് മാറി. നമ്മുടെയൊക്കെ അവസ്ഥയാണ്. എല്ലാം എൻ്റേതാണ്, എല്ലാം ഞാനാണ്, അല്ലേ? അപ്പോൾ ഈ കഥയിലെ രാജാവെന്ന് പറയുന്നത് ഭഗവാൻ. രാജാവിൻ്റെ കാവൽക്കാർ ഈ പ്രപഞ്ചം ഭരിക്കുന്ന ആരാണ്? ദേവന്മാരാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ പണത്തിന് ആധാരമായ വിഭവങ്ങളെല്ലാം ഭഗവാൻ സൗജന്യമായിട്ട് തരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ഭഗവാന് നന്ദിയോടെ, അല്ലേ, യജ്ഞരൂപത്തിൽ നന്ദിയോടെ നിവേദിച്ച് അതിനുശേഷം കഴിച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കള്ളന്മാരല്ലാതായിട്ട് മാറും. നിവേദിക്കാതെ കഴിച്ചാൽ നമ്മൾ കള്ളന്മാരായിട്ട് മാറും. അപ്പം മഹാപ്രഭു കാണിച്ചു തന്ന സങ്കീർത്ത യജ്ഞത്തിലൂടെ ഭഗവാനെ സ്മരിക്കുമ്പോഴും നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം നേടുകയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 13ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭൂൻസ്തേ തേ ധുഃഖം പാപ യേ പചന്ത്യാത്മകാരണാത് ഭൂൻസ്തേ തേ ത്വക്കം ബാബ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിന സന്തോ, അല്ലേ? യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് മുച്യന്തേ സർവകിൽബിഷൈ, ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. എന്നും നിവേദിക്കരുത്, അതിന് ലിസ്റ്റുണ്ട്, ഭഗവാൻ തന്നെ തരുന്നുണ്ട്. എന്താണ്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രണശ്യതി. എന്താണ്? പത്രം പുഷ്പം ഫലം തോയം, വെള്ളമോ പൂവോ കായോ ഇലയോ എന്തോന്ന് ഭക്തിപൂർവം എനിക്ക് നൽകുക, അതിനുശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഭഗവത് ഭക്തന്മാരെന്നാണ് പറയുന്നത്, അല്ലേ? ഭഗവാന്റെ ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവരെന്ത് പാപത്തെയാണ് ഭുജിക്കുന്നത്. അപ്പോൾ ഇവിടെ നിവേദ്യം എന്ന് പറയുന്നത് ഭഗവാന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഭഗവാന് മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഭഗവാന് മാത്രമേ അതിലെന്തെങ്കിലും പാപമുണ്ടെങ്കിലും മാറ്റിത്തരാൻ വേണ്ടി പറ്റൂ. വേറെ ആർക്കും അതിന് സാധിക്കുകയില്ല. അപ്പോൾ യജ്ഞശിഷ്ടാശിന സന്തോ മുച്ഛന്തേ സർവകിൽബിഷൈ ഭൂൻതേ തേ ത്വക്കം പാപ യേ പചന്ത്യാത്മകാരണാത്. അപ്പം ഭഗവാന് നിവേദിച്ചിട്ട് കഴിക്കുന്ന പ്രസാദം കഴിക്കുന്നവരെന്ത്? ആ ഭക്തന്മാര് സകല പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ സ്വന്തം ഇന്ദ്രിയത്തിന് വേണ്ടി മാത്രം കഴിക്കുന്നവൻ എന്താണ്? പാപികളാണ്, പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. അപ്പം ഭഗവാനോട് അങ്ങേയറ്റം പ്രേമമുള്ള ഭക്തന്മാരെയാണെന്ത് സന്തുകൾ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് എന്താണ് പറയുന്നത്? പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന. ഭക്തിയാകുന്ന അഞ്ജനം, അല്ലെ, മക്ഷി. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന. ഭക്തിയാകുന്ന അഞ്ജനം അല്ലെങ്കിൽ മഷി കണ്ണിലെഴുതിയ ഭക്തന്മാർക്ക്
അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ ഗോവിന്ദനെ ദർശിക്കാൻ കഴിയും. ഇതൊരു ഉദാഹരണം പോലെയാണ് പറയുന്നത്, അല്ലാതെ മഷി കണ്ണിലെഴുതിയ എന്നുള്ളതാണ് ആ ഒരു രീതിയിലല്ല കേട്ടോ. അപ്പം എന്താണ് പറയുന്നത്? ഭക്തിയാകുന്ന അഞ്ജനം, അല്ലേ? ഭക്തിപൂർവ്വം നമ്മൾ പറയാറില്ലേ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത്, ഒരാളുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കാം അത്രമാത്രം ഭക്തിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് തന്നെ പറയുന്നത്, പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന. ഭക്തിയാകുന്ന അഞ്ജനം കണ്ണിലെഴുതിയ ഭക്തന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ ഗോവിന്ദനെ ദർശിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് പറയുന്നത്. അവിടെയാണ് പ്രസാദത്തിൻ്റെ മഹിമ മനസ്സിലാക്കേണ്ടത്. ഭഗവാനോട് അത്രയധികം പ്രണയമുള്ളതിനാൽ അവർക്ക് ലഭിക്കുന്ന ഏതൊരു വസ്തുവും, പ്രത്യേകിച്ച് ആഹാരം, ഭഗവാന് ആദ്യം സമർപ്പിക്കാതെ, അല്ലേ? ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാന് ആദ്യം സമർപ്പിക്കാതെ കഴിക്കാൻ അവരുടെ മനസ്സനുവദിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാന് തയ്യാറാക്കുന്ന സമയത്ത് എന്ത് പറയും? ഭോഗ തയ്യാറാക്കുകയാണെന്ന് പറയും. പക്ഷേ ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ എന്ത് പറയും? പ്രസാദം എന്ന് പറയും. കാരണം അത് ഭഗവാൻ നമുക്ക് തരുന്ന ഭഗവാന്റെ കാരുണ്യമാണ്. അതിന് മുമ്പ് എന്താണ്? ഭോഗയാണത്. അതുകൊണ്ടാണ് നമ്മൾ ഭോഗിക്കുക എന്നൊക്കെ പറയാറില്ലേ? ഭോഗ എന്തുകൊണ്ടാണത്? അത് ഭഗവാനുമായിട്ടും ആത്മീയതയായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഭഗവാൻ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രസാദം എന്ന് വിളിക്കുന്നത്. ഇത് കഴിക്കുന്നവര് ഭൗതിക ലോകത്തിലെ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എന്തും കൊണ്ടുപോയി ഭഗവാന് നിവേദിക്കരുത്. അത് ലിസ്റ്റ് നോക്കണം എന്തൊക്കെ ഭഗവാന് നിവേദിക്കാമെന്ന്. അപ്പം നേരെ മറിച്ച് ഭഗവാനെ ഓർക്കാതെ സ്വന്തം നാക്കിൻ്റെ രുചിക്കും സുഖത്തിനും വേണ്ടി മാത്രം ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവര് വെറും കള്ളന്മാർ മാത്രമല്ല, അവരെന്താണ്? പാപത്തെയാണ് വിഴുങ്ങുന്നത്. ഒരു കള്ളനും പാപിക്കും ഒരിക്കലും സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ ജീവിക്കാൻ കഴിയില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം നവവിധ ഭക്തിയും സങ്കീർത്തനവും, ശ്രവണം, അല്ലേ? കേൾക്കല്, കീർത്തനം, പാടുന്നത്, സ്മരണം, അല്ലേ? ഭഗവാനെ കുറിച്ച് ഓർക്കുന്നത്, അർച്ചനം, ഭഗവാനെ പൂജിക്കുന്നത് തുടങ്ങിയ നവവിധ ഭക്തിയിലൂടെ ഭക്തന്മാരെന്ത് എപ്പോഴും യജ്ഞത്തിലാണ് ജീവിക്കുന്നത്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്തുകൊണ്ടാണ് ഭക്തന്മാർ ജീവിക്കുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിൽ ലോകത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകാൻ ഒരേ ഒരു വഴിയേ ഉള്ളത്, എല്ലാവരെയും സങ്കീർത്തന യജ്ഞം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. ഒരു ചെറിയൊരു കഥയും കൂടെ പറയാം ഭഗവാന്റെ. ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാനോട് പറയുന്നത് ഭക്തിയോടെ ഭഗവാനെ ശുശ്രൂഷിക്കും. അപ്പോൾ ഈ നാരദൻ്റെ സേവനത്തിൽ പ്രസന്നനായിട്ടുള്ള ഭഗവാൻ ചോദിക്കും, നാരദ നിനക്ക് എന്താണ് വരം വേണ്ടത്? അപ്പം നാരദർ പറയും, പ്രഭോ എനിക്ക് അങ്ങയുടെ കൈ കൊണ്ട് കഴിച്ച അടിയൻ്റെ ബാക്കി ആഹാരം ഒന്ന് കഴിക്കണം എന്ന് പറയും. അതിനുള്ള ഭാഗ്യം എനിക്ക് നൽകിയാലും. അദ്ദേഹം കഴിച്ചതിൻ്റെ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി ആഹാരം ഒന്ന് കഴിക്കണം, അതിനുള്ള ഭാഗ്യം തരാൻ വേണ്ടിയിട്ട് പറയും. അപ്പം ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നാരദ ലക്ഷ്മി ദേവി അറിയാതെ ഞാൻ നിനക്ക് എൻ്റെ ഉച്ഛിഷ്ടം തരാം. കാരണം ലക്ഷ്മിക്ക് അത് മറ്റാർക്കും കൊടുക്കാൻ താല്പര്യമില്ല. ഒരു ദിവസം ഭഗവാൻ കഴിച്ച പാത്രത്തിൽ ബാക്കി വെച്ച ഒരു ചെറിയ പായസത്തുള്ളി ലക്ഷ്മി ദേവി കാണാതെ നാരദർ കൈക്കലാക്കി. അത് കഴിച്ചിവിടെ നാരദർക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആത്മീയ ആനന്ദം അനുഭവപ്പെട്ടു. ഭഗവത് പ്രേമം കണ്ട് നാരദരെന്ത് ആനന്ദ നൃത്തം ചവിട്ടാൻ തുടങ്ങി. അപ്പം നാരദര് നൃത്തം ചെയ്ത് എവിടെ ചെല്ലും? കൈലാസത്തിലെത്തും. നാരദന്റെ ഈ പരമാനന്ദം കണ്ടിട്ട് ഭഗവാൻ മഹാദേവൻ അത്ഭുതപ്പെട്ടു പോവും. നാരദരോട് ചോദിക്കും, നാരദ എന്താണ് നിനക്ക് ഇത്രയും വലിയ ആനന്ദം വരാൻ കാരണം? നാരദർ പറയും, ദേവാ എനിക്ക് ഇന്ന് ഭഗവാന്റെ മഹാപ്രസാദം ലഭിച്ചു, അതിൻ്റെ മഹാത്മ്യമാണിത്. മഹാദേവൻ ചോദിക്കും, അതിലൊരു പങ്ക് നീ എനിക്കായിട്ട് കരുതിയില്ലേ? നാരദര് തൻ്റെ നഖത്തിൻ്റെ ഇടയിലിരുന്ന ഒരു ചെറിയ പ്രസാദത്തിൻ്റെ എന്താണ് പറയുക, അരിയോ എന്തോ, അത് ആർക്ക്? ഭഗവാന് നൽകും. അത് കഴിച്ച ഉടൻ ശിവനും എന്തായി? ആനന്ദ താണ്ഡവമാടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കണ്ട് പാർവതി ദേവി ഓടി വരും. ശിവൻ പറയും, ദേവി എനിക്ക് ഭഗവാന്റെ മഹാപ്രസാദം കിട്ടി.
പാർവതിക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ദേവി കോപത്തോടെ പറയും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന അന്നപൂർണയാണ് ഞാൻ, എന്നിട്ടും എനിക്ക് ഈ പ്രസാദം തന്നില്ലല്ലോ. ഇനി മുതൽ ഈ ഭൂമിയിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് പോലും ഭഗവാന്റെ മഹാപ്രസാദം കിട്ടാൻ ഞാൻ ഒരു വഴിയുണ്ടാക്കും. ഈ പാർവതി ദേവിയുടെ ശാപ അനുഗ്രഹത്താലാണ് ഈ ജഗന്നാഥപുരിയിലെ ജാതി ഭേദമന്യേ എല്ലാവർക്കും മഹാപ്രസാദം ലഭിക്കുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം അത്രയ്ക്കും മധുരതരം, പറയുന്നത്, വർണ്ണിക്കാൻ വാക്കുകളില്ല ഭഗവാന്റെ പ്രസാദത്തിന്. അപ്പം ഇതേ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പണ്ടൊരു ഗ്രാമത്തില് രാധാമണി എന്നൊരു പാവപ്പെട്ട വൃദ്ധയുണ്ടായിരുന്നു. അവർക്ക് ഭഗവാൻ കൃഷ്ണനോട് വലിയ ഭക്തിയായിരുന്നു. ഒരു ദിവസം അവർക്ക് കിട്ടുന്ന കുറച്ച് അരി വേവിച്ച് അത് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും, കണ്ണാ, നീ കഴിച്ചതിന് ശേഷം മാത്രമേ ഈ ദാസി ഇത് കഴിക്കുകയുള്ളൂ. ഭഗവാൻ ആത്മാർത്ഥമായ ഭക്തിയോടെ നൽകുന്ന ആ ആഹാരം സൂക്ഷ്മ രൂപത്തിൽ വന്ന് കഴിക്കുമായിരുന്നു. ഭഗവാൻ കഴിച്ച ആ ആഹാരം കഴിച്ചത് കൊണ്ട് ആ വൃദ്ധയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗമോ ദുഃഖമോ ദാരിദ്ര്യമോ അനുഭവപ്പെട്ടില്ല. അവരുടെ മനസ്സെന്ത് എപ്പോഴും ശാന്തമായിരുന്നു. എന്നാൽ അതേ ഗ്രാമത്തിലെ വലിയ ഒരു ധനികൻ ദിവസവും പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ആർത്തിയോടെ ഭഗവാനെ ഓർക്കാതെ കഴിക്കുമായിരുന്നു. അയാൾക്ക് വലിയ ഭോഗങ്ങളും പണവും ഉണ്ടായിരുന്നിട്ടും മനസ്സിലെപ്പോഴും ആകുലതകളും പിന്നെയോ ശരീരത്തിൽ പലവിധ രോഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഭഗവാന് സമർപ്പിക്കാതെ സ്വന്തം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം ആഹാരം പാകം ചെയ്യുന്ന ധനികൻ യഥാർത്ഥത്തിൽ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് സകല സൗകര്യങ്ങളുണ്ടായിട്ടും അയാൾക്ക് സമാധാനമില്ലായിരുന്നത്. എന്നാൽ ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ കണ്ണുകളിൽ പ്രേമാഞ്ജനം എഴുതിയ ഭക്തന്മാർ എന്ത് കഴിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായിട്ട് മാത്രം കഴിക്കുന്നു. ആ പ്രസാദം അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഈ കലിയുഗത്തില് സങ്കീർത്തന യജ്ഞത്തോടൊപ്പം നമ്മൾ വേണം? കഴിക്കുന്ന ആഹാരവും ഭഗവാന് സമർപ്പിച്ച് ശീലിച്ചാൽ ലോകത്തിലെ എല്ലാവിധ സമാധാനവും സന്തോഷവും നമുക്ക് കൈവരും. 14ാമത്തെ ശ്ലോകം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞാ കർമ്മ സമുദ്ഭവ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ എവിടുന്നാണ് ഉണ്ടാകുന്നത്? മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ എവിടെ നിന്ന്? വിധി പ്രകാരമുള്ള കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പം ഈ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിതിന്. നമ്മുടെ ഒരു ആചാര്യനായിട്ടുള്ള ബലദേവ വിദ്യാഭൂഷൺ നൽകിയ വ്യാഖ്യാനമാണ്. നമുക്ക് നോക്കാം. അപ്പം ആത്മീയമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ്, അതുപോലെയാണെന്ത് പ്രസാദം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും പ്രകൃതിയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഭഗവാനിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്നും ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. ഒരു ആത്മീയമായിട്ടുള്ള ഒരു കുത്തിവയ്പ്പാണ്, അല്ലെ പ്രതിരോധ കുത്തിവയ്പ്പാണ് നമ്മൾ എടുക്കുന്നത് ഭഗവാന് നിവേദിച്ച് സ്വീകരിക്കുന്നതിലൂടെ. അപ്പോൾ ഈ ബലദേവ വിദ്യാഭൂഷൺ ആചാര്യൻ എന്താണ് വ്യക്തമാക്കുന്നത്? ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഭഗവാന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെയാണ് എന്താണ് ശരീരത്തിൻ്റെ വായുവിലേക്ക് ആഹാരം നൽകുമ്പോൾ എല്ലാ അവയവങ്ങൾക്കും തനിയെ ഊർജം ലഭിക്കുന്നത് പോലെ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലേ, ഭഗവാൻ കൃഷ്ണന് വേണ്ടി യജ്ഞം ചെയ്യുമ്പോഴത് എല്ലാ ദേവന്മാരും തനിയെ പൂജിക്കപ്പെടുന്നു. അപ്പം ഒരു പകർച്ചവ്യാധി പടരുമ്പോൾ വാക്സിൻ നമ്മെ സംരക്ഷിക്കുന്നത് പോലെ ഭഗവാന് സമർപ്പിച്ച് ആഹാരം പ്രസാദം കഴിക്കുന്നത് വഴി നമ്മൾ ഭൗതിക ലോകത്തിലെ പാപങ്ങളാകുന്ന അണുബാധകളിൽ നിന്ന് മുക്തരാകുന്നു. ഇത് മുൻജന്മങ്ങളിലെ പാപഫലങ്ങളെ ഇല്ലാതാക്കുകയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴി എളുപ്പമാക്കുകയും
ചെയ്യുന്നു. അപ്പം നേരെ മറിച്ച് സ്വന്തം സുഖത്തിനായി മാത്രം ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നവരെന്ത് പാപങ്ങളുടെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് അടുത്ത ജന്മത്തിൽ പന്നികളോ പട്ടികളോ എന്തെങ്കിലും ആയിട്ടായിരിക്കും ജനിക്കേണ്ടി വരും. അപ്പം നമ്മൾ സസ്യഭുക്കായാലും മാംസഭുക്കായാലും എന്ത് ആത്യന്തികമായി പ്രകൃതിയിലെ കൃഷിയെയും സസ്യങ്ങളെയും ആശ്രയിക്കണം. വലിയ ഫാക്ടറികൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അതിന് മഴ വേണം. മഴ ലഭിക്കാൻ എന്ത് ദേവന്മാർ പ്രീതരാകണം. ദേവന്മാർ പ്രീതരാകാൻ എന്ത് വേണം? യജ്ഞം ചെയ്യണം. ഇതിന് എല്ലാത്തിനും രക്ഷ നേടാൻ, ഇതൊന്നും ചെയ്യാതെ രക്ഷ നേടാൻ എന്ത് സങ്കീർത്തന യജ്ഞം മാത്രമേ പോം വഴിയുള്ളൂ. ഇതിന് ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എല്ലാവർക്കും അറിയാമായിരിക്കും ദുർവാസാവ് മഹർഷിയുടെ കോപവും അല്ലേ, ദ്രൗപദി മാതായുടെ അക്ഷയപാത്രവും. അപ്പം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ചെറിയ ഇലയോ ധാന്യമോ പോലും പ്രപഞ്ചത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുമെന്നും പ്രകൃതിയിലെ ക്ഷാമം മാറ്റുമെന്നും വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ കഥയാണ് മഹാഭാരതത്തിലെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പം പാണ്ഡവര് വനവാസത്തിൽ കഴിയുന്ന സമയത്ത് അസൂയാലുവായിട്ടുള്ള ദുര്യോധനൻ പാണ്ഡവരെ ബുദ്ധിമുട്ടിക്കാനായി ഒരു തന്ത്രം പ്രയോഗിക്കും. എളുപ്പം കോപിക്കുന്ന ദുർവാസാവ് മഹർഷിയോട് 10,000 ശിഷ്യന്മാരുമായി വനത്തിൽ പാണ്ഡവരുടെ അതിഥിയായി പോകാൻ ദുര്യോധനൻ ആവശ്യപ്പെടും. പാണ്ഡവർക്ക് അത്രയും പേർക്ക് ആഹാരം നൽകാൻ കഴിയില്ലെന്നും അതുവഴി ശാപം കിട്ടുമെന്നുമായിരുന്നു ആർക്ക്? ദുര്യോധനന്റെ കണക്ക് കൂട്ടൽ. ദുർവാസാവും ശിഷ്യന്മാരും പാണ്ഡവരുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ പാണ്ഡവരുടെ പക്കലുണ്ടായിരുന്ന സൂര്യഭഗവാൻ നൽകിയ അക്ഷയപാത്രത്തിലെ അന്നത്തെ ആഹാരമെല്ലാം കഴിഞ്ഞ് ദ്രൗപദി മാത ആ പാത്രം കഴുകി വെച്ചിരുന്നു. ഇവർ ചെല്ലുന്ന സമയത്ത് ആ പാത്രം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ അതിൽ നിന്ന് ആഹാരം ലഭിക്കൂ. അതാണ് അക്ഷയപാത്രം. ദുർവാസാ മഹർഷി പറയും, ഞങ്ങളൊന്ന് പോയി നദിയിൽ കുളിച്ചിട്ട് വരാം, അതിനുള്ളിൽ 10,000 പേർക്കുള്ള ആഹാരം നീ തയ്യാറാക്കി വെക്കണം. എന്നാലോചിച്ച് നോക്കിയാൽ അങ്ങ് ഒരവസ്ഥയിൽ അല്ലേ നമ്മൾ വരണ്ടു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ കാറ്ററിംഗുകാരെ ഏർപ്പാട് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകാരെ വിളിക്കും. പക്ഷെ ദ്രൗപദി മാത എന്ത് ചെയ്യും? അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ആഹാരം നൽകിയില്ലെങ്കിൽ മഹർഷി ഞങ്ങളെ ശപിച്ച് ഭസ്മമാക്കുമെന്ന് ഭയന്നിട്ട് ദ്രൗപദി മാത ഉള്ളൊരുക്കി ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കും. അപ്പം ഭക്തയുടെ വിളി കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നാൽ വന്ന ഉടൻ കൃഷ്ണൻ പറയും, ദ്രൗപദി എന്താണ് പരീക്ഷണമാണ്, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും ആഹാരം തരുമെന്ന്. നോക്കിയുള്ള ഭഗവാന്റെ പരിപാടി. ഭഗവാൻ അറിയാം എന്തിനാ വിളിച്ചതെന്ന്, പിന്നെ ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരെങ്കിലും ചെയ്യുമോ? ഏതെങ്കിലും എന്താ പറയുക, ആരെങ്കിലും അങ്ങനെ വരുമോ? ഇങ്ങനെ നമ്മളോടൊപ്പം ഇത്രയും ഇടപഴകും? ഇല്ല. അതാണ് ദേവീ ദേവതമാരും ഉപദേവദേവതമാരും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. കാരണം അദ്ദേഹം നമ്മുടെ പിതാവാണ്, സുഹൃത്താണ്, എന്തും നടക്കും. അപ്പം എന്താ പറയുക, കടിച്ചതിനെക്കാട്ടി വലുതാ പണത്തിലിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ ഇവിടെ വലിയ കാര്യത്തിൽ ദ്രൗപദി മാത വിളിച്ചു വരുത്തും പരിഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വന്ന ആൾ എന്ത് ചോദിക്കും? ദ്രൗപദി എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ആഹാരം തരുമെന്ന്. ദ്രൗപദി മാത സങ്കടത്തോട് പറയും, കണ്ണാ ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചു, ഇനി അതിൽ ഒരു വറ്റുപോലും ബാക്കിയില്ല. കൃഷ്ണൻ ആ പാത്രം എടുത്ത് പരിശോധിച്ചപ്പെടുന്നത് അതിൻ്റെ വശത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ ചീരയിലയും അല്ലെങ്കിൽ ഒരു ചെറിയ ധാന്യവും കണ്ടു. അപ്പം ഭഗവാൻ ഒരു ചെറിയ ഇലയെടുത്തിട്ട് ഇത് പ്രപഞ്ചനാഥനായിട്ടുള്ള ആർക്ക്? ഭഗവാന് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായിലേക്കിട്ടു. ഭഗവാൻ ഇത് കഴിച്ച ഉടൻ അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമുണ്ടായത്, നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസാവ് മഹർഷിക്കും അദ്ദേഹത്തിൻ്റെ 10,000 ശിഷ്യന്മാർക്കും പെട്ടെന്ന് തന്നെ വയറ് നിറയും. ഇനി ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലാകും അവർ. വലിയൊരു സദ്യ കഴിച്ചതുപോലെ അവർ ഏമ്പക്കം വിടാനും തുടങ്ങും. പാണ്ഡവരുടെ അടുത്ത് ചെന്നാൽ ആഹാരം കഴിക്കാൻ കഴിയില്ലല്ലോ എന്ന് നാണിച്ച് ദുർവാസാവും ശിഷ്യന്മാരും എവിടെ പോവും? പാണ്ഡവരോട് പറയാതെ അവിടെ നിന്ന് പോകും.
അതാണ് ഭക്തർ എന്ന് പറയുന്നത്. ഭഗവാനോട് അത്രയും നമുക്ക് എന്താ പറയുക, നമ്മൾ അത്രയും ഭഗവാനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ, ഏതൊരു കാര്യത്തിനും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം ഈ കഥയിലെ ഒരു ചെറിയ ചീരയിൽ അല്ലെങ്കിൽ ഒരു അരി ഭഗവാൻ കൃഷ്ണൻ സ്വീകരിച്ചപ്പോഴെന്ത്, പ്രപഞ്ചത്തിലെ 10,000-കണക്കിന് ആളുകളുടെ വിശപ്പ് മാറി. ഇതാണ് യജ്ഞം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഭഗവാൻ നമുക്ക് ഭഗവാന് നമ്മുടെ ആഹാരം സമർപ്പിക്കുമ്പോൾ അത് പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും തനിയെ തൃപ്തിപ്പെടുത്തുന്നു. ബലദേവ വിദ്യാഭൂഷൺ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം കൃഷ്ണന് സമർപ്പിച്ച് അത് മഹാപ്രസാദമായി കഴിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ ഭൗതികമായിട്ടുള്ള എല്ലാ അശുദ്ധിയിൽ നിന്നും സംരക്ഷിക്കുന്ന വലിയൊരു വാക്സിനായിട്ട് മാറുന്നു. കലിയുഗത്തിൽ പട്ടിണിയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന, ഭഗവാന്റെ തിരുനാമം ആ ജപിക്കുന്ന സങ്കീർത്തന യജ്ഞം എന്ത് ശീലിക്കുക എന്നതാണ് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭൗതിക മാലിന്യങ്ങളെല്ലാം മാറാൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും മാറാൻ എന്താണ് രക്ഷപ്പെടാൻ? ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ആ സങ്കീർത്തന യജ്ഞം ശീലിക്കുക എന്നത് മാത്രമാണ് എന്ത് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം മുടങ്ങാതെ ജപിക്കുക. എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും പറയുന്നത് കലിയുഗത്തിൽ അത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും വേണ്ട എന്നല്ല, പക്ഷേ നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുക, അല്ലാതെ ഇത് മാറ്റി വെച്ചിട്ട് മറ്റുള്ളതിന് പോകരുത്. മനസ്സിലായോ? ഇതിന് സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രം മറ്റുള്ളതിനെ പോകുക, അല്ലാതെ അത് ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറയരുത്. അതായത് മീൻസ് മറ്റെല്ലാം ചെയ്യുന്നുണ്ട്, മറ്റെല്ലാ ബുക്കുകൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് പൂജകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ സമയം കിട്ടുന്നില്ല, ഭഗവാന് നിവേദിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് മാറ്റിവെക്കരുത്. കാരണം എന്താണ്, പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനാണ് എല്ലാം. നമ്മൾ അവിടെ ചെയ്താലും എന്ത് അത് ഭഗവാനിലേട്ടാണ് ചെയ്യുന്നത്, ഭഗവാൻ എടുത്തുനിന്നാണ് എല്ലാം കിട്ടുന്നത്. എന്നാൽ ചോദിക്കും, എന്നാലും പ്രശ്നമില്ലല്ലോ, അത് ഭഗവാൻ അറിയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത്, നമ്മൾ ഭഗവാനെ അറിയണം, എന്നെങ്കിലേ മോക്ഷം കിട്ടൂ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയുന്നത് ഭഗവത്ഗീതയിൽ അവസാനം, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. ഇതുവരെ ചെയ്ത കടമകളും കർമ്മങ്ങളും എല്ലാം മറന്നിട്ട് എൻ്റെ ശരണാഗതി ആവാനാണ് പറയുന്നത്. എനിക്ക്, അതായത് ഭഗവാന് ശരണാഗതി ആവാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കൂ. അതാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക, ഭഗവത്ഗീതയൊക്കെ ആത്മാർത്ഥതയോടുകൂടി വായിക്കുക, അല്ലേ, കൂടുതൽ ഭഗവാനെക്കുറിച്ച് അറിയുക. അതേപോലെ ഇടയ്ക്ക് വന്നിട്ട് ഈ തത്വങ്ങളും കൂടെ കേൾക്കുക. എല്ലാവർക്കും മോക്ഷം ലഭിക്കും. അതിലൂടെ എല്ലാവർക്കും മോക്ഷം ലഭിക്കും. അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ.